നമുക്കൊപ്പം ഇപ്പോൾ CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് പത്മനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സുമേഷ് പത്മൻ, വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണല്ലോ ഇപ്പോൾ ഈ യുവാവ് നമ്മുടെ മുമ്പിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തുവിട്ടത് മുതൽ നൂറുകണക്കിന് ഫോൺ കോളുകളാണ് ഞങ്ങളുടെ കൊച്ചിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹെഡ് ഓഫീസിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് വലിയ വ്യാപകമായ ഒരു തട്ടിപ്പാണ്. തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് തൊഴിൽ പീഡനം അല്ലെങ്കിൽ തൊഴിൽ സമ്മർദ്ദം എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ സാധിക്കില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മനുഷ്യത്വഹീനമായൊരു നടപടിയല്ലേ തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ? ശ്രീ സുമേഷ് പത്മൻ. തീർച്ചയായിട്ടും ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള അടിമസമാനമായി തൊഴിലാളിയെ കണക്കാക്കുന്ന ഭീകരന്മാരായിട്ടുള്ള മുതലാളിമാരുടെ ഇത്തരം ചെയ്തികളെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല. അത് CITU എന്നും തൊഴിലാളികൾക്കൊപ്പമാണ്. ഈ ജീവനക്കാർ നമ്മൾ കാണുന്ന വിഷലുകളെല്ലാം മനസാക്ഷിയെ മരവിപ്പിക്കുന്നതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയാൽ അത്രയും ക്രൂരതയാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത ഒരു സ്ഥാപനവും അതിൻ്റെ മേധാവികളും തീർച്ചയായിട്ടും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അതിന് ഈ പ്രക്ഷോഭ പരിപാടികളാണെങ്കിലും തുടർന്നുള്ള സമരപരിപാടികളാണെങ്കിലും ഇപ്പോൾ ഇവർക്ക് ഏകദേശം 90-900 ബ്രാഞ്ചുകളുണ്ടെന്നാണ് ഈ ജീവനക്കാരൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം പോലും തുറന്നു വെച്ച് പ്രവർത്തിക്കേണ്ടതില്ല. ഇത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന വ്യവസായ സൗഹൃദമുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നാടാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പോലും ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. ഇത് ഒരു കാരണവശാലും അതാണ് ശ്രീ സുമേഷ് പത്മൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കേരളത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഉത്തരേന്ത്യയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ പൂർണ്ണമായും പാലിച്ച് തൊഴിലാളി അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ അത് ഇടതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചാലും ആ വിധത്തിലുള്ള ഒരു കേരളത്തിൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ 900 ബ്രാഞ്ചുകളിൽ ഇക്കാര്യം നടക്കുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല എന്ന ദൃശ്യങ്ങൾ സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ തൊഴിൽ നിയമങ്ങളുടെ അപര്യാപ്തതയാണോ? ഇതൊരു അസംഘടിത തൊഴിലാളി മേഖലയാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഇത് തടയാൻ നമുക്ക് സാധിക്കാത്തത്? ഇതിൽ ഒരു അസംഘടിത തൊഴിൽ മേഖലയാണ്, അത് യാഥാർത്ഥ്യമാണ്. ഇതിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളാണ്. അതാണിപ്പോൾ നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതാണ്. നിങ്ങൾ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോഴാണല്ലോ നടപടികളിലേക്ക് പോകേണ്ടത്. തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞു കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവുന്നു. മറ്റു നാടുകളെ പോലെയല്ല. നമ്മൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടെ തൊഴിലാളികൾക്ക് സംരക്ഷണം കിട്ടുന്നുള്ളത്. അത് കാലമാണ്, അത് ചരിത്രം സാക്ഷിയാണ്. അയ്യങ്കാളിയുടെയൊക്കെ കാലഘട്ടം മുതൽ തന്നെ തങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലിൽ ഞങ്ങൾ പണിയെടുക്കില്ലെന്ന് പറഞ്ഞ തൊഴിലാളി സമര ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശ സംരക്ഷണത്തിന് വേണ്ടി CITU എന്നും നിലകൊണ്ടിട്ടുണ്ട്. മറ്റ് ഇതര ട്രേഡ് യൂണിയനുകളും അത്തരം ജീവനക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതകളുണ്ടെങ്കിൽ അത് തടുക്കാനും അതിനെ ചെറുക്കാനും തൊഴിലാളിയായിട്ട് പരിഗണിച്ചുകൊണ്ട് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്, ഒരു തൊഴിൽ വകുപ്പ് ഇവിടെയുണ്ട്, ഒരു തൊഴിൽ വകുപ്പ് മന്ത്രിയുണ്ട്. ആ മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നടപടി ഉണ്ടാവുമെന്ന്. അത് നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ, അത് ആ അർത്ഥത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മുതൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും CITU ആണെങ്കിലും കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തി ആ സ്ഥാപനം താൽക്കാലികമായിട്ടെങ്കിലും അടപ്പിക്കുകയെങ്കിലും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ അവരുടെ മുഖം മൂടി വലിച്ചു കീഴപ്പെട്ടല്ലോ. ഇതിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നിയമനിർമ്മാണം വേണം എന്നുള്ളതാണല്ലോ. അസംഘടിത മേഖലയിലാണ് ഈ വിധത്തിലുള്ള തൊഴിൽ ചൂഷണം ഉണ്ടാകുന്നത്. പലപ്പോഴും തൊഴിലാളി സംഘടനകളുടെയോ യുവജന സംഘടനകളുടെയോ ശ്രദ്ധയിലേക്ക് എത്തില്ല. ഇത്തരം മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്കായി തൊഴിൽ നിയമങ്ങൾ കർശനമാക്കുക, അതിനുവേണ്ടിയ നിയമനിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്തൊക്കെയാണ് ആ മേഖലയിൽ വേണ്ടത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും നിയമനിർമ്മാണം വേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ന്യൂ ജനറേഷൻ ബാങ്കുകളുടെയും ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെയും തൊഴിലാളികളുടെ സംഘടന CITU സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. രണ്ടാമത്തെ ചുമതല ഗിഗ് വർക്കേഴ്സിൻ്റെയാണ്. ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ഓലെ, ആമസോൺ അതുപോലത്തെ സംഘടനകൾ. ഈ അസംഘടിത മേഖലയിൽ നിയമനിർമ്മാണം വേണ്ടതാണ്. നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ നിയമനിർമ്മാണം നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു അപര്യാപ്തത ന്യൂ ജനറേഷൻ മേഖലയിലും അസംഘടിത മേഖലയിലും കാണുന്നത് പാൻ ഇന്ത്യ ബേസിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. ഒരു സംസ്ഥാനത്തിന് ഇടപെടാനുള്ളതിന്
പരിമിതികൾ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെയും ഇൻഷുറൻസിൻ്റെയും മേഖലയിൽ വരുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവർ നമ്മൾക്ക് സെൻട്രൽ ലേബറിലാണ് നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് കാര്യങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും അത് ഇവിടെയല്ല ചെയ്യുന്നത് എന്നുള്ള നിലപാടാണ് ഈ മാനേജ്മെൻറ്റ് എടുക്കുന്നത്. ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യമെടുക്കാൻ ഇതിൽ ഒരു എന്താണ് പറയുന്ന അപ്രിയകരമായിട്ടുള്ളൊരു സത്യം, മുഖമില്ലാത്ത മാനേജ്മെൻറ്റുകളാൽ ഭരിക്കപ്പെടുന്ന ജീവനക്കാരാണ് അവർ. ആരാണ് മുതലാളി എന്ന് പോലും അറിയാൻ പറ്റാതെ പണിയെടുക്കേണ്ടി വരുന്ന ജീവനക്കാർ ഉള്ള ഒരു മേഖലയാണിത്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇടപെടലുകൾ വേണ്ടതാണ്, സർക്കാരിൽ നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടതാണ്. ഇത് ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ഡിവൈസിലേക്ക്, അതായത് ഒരു മൊബൈലാണെങ്കിൽ മൊബൈലിലേക്ക് വരുന്ന നമ്മൾക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആപ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് സർക്കാരിന് കൂടി കടന്നു കയറി എങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം സെറ്റ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാനാകുന്ന രീതിയിലേക്ക് മാറ്റം വന്നാലാണ് ജീവനക്കാരൻ്റെ സംരക്ഷണം കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ശ്രീ സുമേഷ്, അവസാനമായി ഒരു ചോദ്യം കൂടി. അതായത് നമ്മൾ പലപ്പോഴും ഞാൻ ഇന്ന് തന്നെ വാഹനം ഓടിച്ച് വരുമ്പോൾ കണ്ടിട്ടുള്ളതാണ്, തൊഴിൽ അല്ലെങ്കിൽ തൊഴിലാളികളെ തേടുന്നു, 7,000 രൂപ മാസശമ്പളം, 10,000 രൂപ മാസശമ്പളം എന്ന് പറഞ്ഞ് പേരുകളോ തൊഴിൽ ദാതാവിൻ്റെ ഒരു വിധത്തിലുള്ള ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്താതെ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഭിത്തികളിലും എല്ലാം തന്നെ പതിപ്പിച്ചിട്ടുള്ള, ചിലപ്പോൾ ബസ്സുകളുടെ സൈഡുകളിൽ പതിപ്പിച്ചിട്ടുള്ള പരസ്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. ഈ പേര് വെളിപ്പെടുത്താത്ത ഇത്തരം തൊഴിൽ ദാതാക്കളെ നിയന്ത്രിക്കുന്നതിനായി നിയമനിർമ്മാണം എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അത് ശാശ്വത പരിഹാരമാണ്. അതിൽ കൃത്യമായ ഇടപെടൽ തൊഴിലാളി യൂണിയനുകൾക്ക് കൂടി ഇടപെടാൻ സാധിക്കുമല്ലോ. ഒരു സ്വയം വിമർശനാത്മകമായി ആ വിഷയത്തെ പരിഗണിച്ചൂടെ? തീർച്ചയായും ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടുന്ന മേഖലയിലെല്ലാം CITU ഇടപെടുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മുഖമില്ലാത്ത മാനേജ്മെൻറ്റുകളാൽ ഭരിക്കപ്പെടാൻ വിധിക്കപ്പെട്ട തൊഴിലാളികളുടെ ഒരു ദുരവസ്ഥ. ഇത്തരത്തിൽ ആകർഷകമായിട്ടുള്ളൊരു ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ജീവനക്കാരെ തൊഴിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ CITU ഇടപെടുക തന്നെ ചെയ്യും. ഇത്തരം മേഖലകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധയിൽപ്പെടാത്തതുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഇടപെടലുകളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഇത്തരം ചൂഷണങ്ങൾ തടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ CITU എന്നും നിലകൊള്ളുക തന്നെ ചെയ്യും. ഓക്കെ, വളരെ നന്ദി. ശ്രീ സുമേഷ് പത്മൻ, CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട, കേരളം ഞെട്ടിത്തെരിച്ച ഒരു വാർത്തയായിരുന്നു ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. അതിൽ ഈ അവസാന മണിക്കൂറിൽ പോലും നൂറുകണക്കിന് കോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂസ് മലയാളത്തിൻ്റെ ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിയമനിർമ്മാണം എന്നുള്ള സ്ഥിരം സംവിധാനത്തിലേക്ക് സർക്കാർ കടക്കുന്നതിൻ്റെ അനിവാര്യത ശ്രീ സുമേഷ് പത്മൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി. അതിനോടൊപ്പം ഇപ്പോൾ ഈ നിയമലംഘനം നടത്തിയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെ ഉൾപ്പെടെ കൃത്യമായ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നതും അനിവാര്യമാണ്.